ये शीशा है इधर दरवाज़ा ഓഹോ ഇത് ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇനി ഗ്ലാസ്സൊക്കെ ചിന്നി ചിതറിപ്പോയി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആ വിധത്തിൽ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകളടക്കം ഉണ്ട്. ഏതായാലും ഉഗ്ര ശബ്ദത്തോടെ ഈ സ്ഫോടനം ഉണ്ടാകുന്നു. സമീപത്തെ വീടുകളെ അടക്കം അത് ബാധിക്കുന്ന രൂപമാണ് ഉള്ളത്. അഹ്സാൻ 2.5 കൊല്ലമായി പലർക്കും അറിയില്ല. സമപ്രായക്കാരോടടക്കം ചോദിക്കുന്നുണ്ട്. 2.5 വർഷമായി ഒരു വിവരവുമില്ല. ഈ വീട് 1 വർഷമായി കെട്ടിയതാണ്. ആപ് കഹാ രഹത്തെ സാബ്? ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രതികരിച്ച ചില പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ഉഗ്രസ്ഫോടനം ഈ കാണാനായി പല ഭാഗത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എത്തുന്നു. പരിസരത്തെ വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മുറാൻ എന്ന പുൽവാമ ജില്ലയിലെ മുറാൻ എന്ന ഭാഗത്താണ് എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഈ വീട് ഇന്നലെ തന്നെ രാവിലെ പോലീസ് എത്തി, അധികാരികളെത്തി, ജില്ലാ ഭരണകൂടം എത്തി ഇവരോട് മാറാൻ ആവശ്യപ്പെട്ടു. ഈ അഹ്സാൻ്റെ ബന്ധുക്കളെ പലരെയും കസ്റ്റഡിയിലെടുത്തു. പരിസരവാസികളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തി വീട് പൊളിക്കുന്നുണ്ട് എന്നറിയിച്ചു. പലരെയും എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് പലരും സാമഗ്രികളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് പരിസരത്തുള്ളവർ. അതിനുശേഷമാണ് ഈ ഒരു സ്ഫോടനം നടത്തി ഈ വിധത്തിൽ ഈ കെട്ടിടം വീട് പൊളിച്ചിരിക്കുന്നത്. സുജയ, ഈ സ്ഫോടനം ഇന്നലെ രാത്രിയോടുകൂടി അവിടെയുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹ്സാന്റെ വീട് പൂർണ്ണമായും തരിപ്പണമായിട്ടുണ്ട്. അതോടൊപ്പം വലിയ സ്ഫോടനത്തിന്റെ ഫലങ്ങൾ സമീപത്തുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകളായി സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഷീറ്റുകളടക്കം ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാം. മുറാനിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ആദിൽ പാലോടും മനു ബാലകൃഷ്ണൻ വീഡിയോ ജേർണലിസ്റ്റും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭീകരരിൽ, അതായത് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന സസ്പെക്റ്റായി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആളുടെ വീട് തകർത്ത ഇടത്താണ് ആദിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതെ, ഉറപ്പായും ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇത് വീട് തകർക്കുന്നതിന് മുൻപ് തന്നെ ഇവരെ ഈ വീട്ടിലുണ്ടായിരുന്ന ഈ പറയുന്ന സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ പോലീസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഇവിടെ അഹ്സാന് കൃത്യമായ ബന്ധമുണ്ട്. അഹ്സാൻ എവിടെയാണെന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായാണ് പോലീസ് ഇവിടെ വന്ന് ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷമാണ് പരിസരവാസികളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം അറിയിക്കുകയും ഇവിടെ തകർക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഭൂമി കുലുക്കമൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്ഫോടനം ഉണ്ടാകുമ്പോഴോ നമ്മൾ ഈ കാണുന്ന ദൃശ്യമാണത്. ഒരു വേദനയുമുണ്ട്. കാരണം അഹ്സാൻ ഒരാളാണ് ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ ആ വീട് പുതുതായി അവർ കെട്ടിയവർ, അമ്മ, അച്ഛൻ, എല്ലാവരുടെയും ജീവിതം നഷ്ടപ്പെട്ടു. പരിസരവാസികൾ ആകെ ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ളൊരു കാഴ്ച കൂടി ഇവിടെ ഉണ്ട്. ഈ ഒരു വിധത്തിലുള്ള സഹകരണവും അഹ്സാനുമായി മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല, പരിസരവാസികൾക്കുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും വലിയ ഒരു സ്ഫോടനത്തിലൂടെ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു. ഉഗ്ര സ്ഫോടനം കേട്ടു എന്നാണ് ഈ 2.5 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ശബ്ദം കേട്ടു എന്ന് അറിയിക്കുന്നത്. അതുപോലും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് അവർക്ക് പേടി കൊണ്ടാണ്, അതങ്ങനെ തന്നെ കരുതുകയും വേണം. ഏതായാലും വലിയ രൂപത്തിലുള്ള ശബ്ദം കേട്ടു. നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി നടക്കാം. ഈ സുജയ, ഈ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പലരും പേടിയുണ്ട്. ഈ ജമ്മു കശ്മീർ പോലീസ്, സൈന്യം, ഇവിടുത്തെ സുരക്ഷ പൂർണ്ണമായും കേന്ദ്ര സേനയ്ക്കാണ്. ഈ വീടുകൾ തകർക്കുന്ന, അതായത് കടുത്ത നടപടികളിലേക്ക് സൈന്യവും ജമ്മു കശ്മീർ പോലീസും കടക്കുന്നു എന്നത് ആശങ്ക ആ മനുഷ്യരുടെയൊക്കെ മുഖത്ത് നമുക്ക് കാണാം. ഭീകരർ ചെയ്യുന്ന ഈ വലിയ ക്രൂരകൃത്യങ്ങൾക്ക് അവിടെ പാവപ്പെട്ട കശ്മീരികൾ അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരരുടെ വീട് തകർത്തപ്പോൾ കണ്ടില്ലേ, ചുറ്റുമുള്ള വീടുകൾക്കും കേടുപാടുകൾ അവർ ഉണ്ടായിരിക്കുന്നു. അവർ എത്രയോ കാലമായി ഈ ടൂറിസം ഒക്കെ ഒന്ന് വികസിച്ചു വന്നപ്പോൾ അതിൽ നിന്നുള്ള പണമൊക്കെ എടുത്തുണ്ടാക്കിയ വീടുകളായിരിക്കും, മോടി പിടിപ്പിച്ച വീടുകളായിരിക്കും. അതൊക്കെയാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. പക്ഷേ ഭീകരതയോട് ഒരു തരത്തിലുമുള്ള സന്ധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടി തുടരുകയാണ്.